കോൺഗ്രസിന്റെ 85ാം പ്ലീനറി സമ്മേളനത്തിന് നാളെ തുടക്കം. ഫെബ്രുവരി 26 വരെ ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് പ്ലീനറി സമ്മേളനം നടക്കുക. ഏകദേശം 15,000-ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ ബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, യുവാക്കൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവരെ ഒപ്പം നിർത്താൻ ലക്ഷ്യമിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്ലീനറിയിൽ അവതരിപ്പിക്കുന്ന സാമൂഹിക നീതി ശാക്തീകരണ പ്രമേയത്തിന്റെ കരടിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടത്തുമെന്നും ഗ്രാമീണ തൊഴിലുറപ്പിന്റെ മാതൃകയിൽ നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. നിലവിൽ ജാതി സെൻസസ് നടത്താൻ BJP മടിക്കുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ നീക്കം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ. സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കണമെന്ന ചിന്തൻ ശിബിരത്തിലെ നിർദ്ദേശവും ഇത്തവണത്തെ പ്ലീനറി സമ്മേളനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 24-ന് ചേരുന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് പ്രമേയത്തിന് അന്തിമ രൂപം നൽകുക. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ആന്റണി, നമുക്കറിയാം കുറെ കാര്യങ്ങളുണ്ട്. അതായത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷനായി വന്നതിന് ശേഷം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ പ്ലീനറി സമ്മേളനമാണ്. എന്തൊക്കെയായിരിക്കും പ്രധാനമായും ചർച്ചാ വിഷയം? ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നതിലുപരി മറ്റെന്തെല്ലാമായിരിക്കും പ്രധാനമായും ചർച്ചയാവുക? ഗീസെ, ഈ പുറത്തു നിന്ന്, അതായത് ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ അധ്യക്ഷനൊക്കെ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ പ്ലീനറി സമ്മേളനം എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ ഈ കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിന് ഉണ്ട്. അതുപോലെ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇപ്പോൾ റായ്പൂരിൽ തുടങ്ങുന്ന കോൺഗ്രസിന്റെ ഈ പ്ലീനറി സമ്മേളനത്തിന് ഏറെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ, നയരൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്ലീനറി സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പ്ലീനറി സമ്മേളനം ചേരാൻ പോകുന്ന ഘട്ടം മുതൽ ഉയർന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പാണ്. പ്രവർത്തക സമിതിയിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും ഈ കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേണമെന്നൊരു ആവശ്യം പൊതുവെ ഉയരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശശി തരൂര് മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ഫോർമുല, അതായത് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് എത്താനുള്ള ഒരു ധാരണകളും ചർച്ചകളുമാണ് ഇപ്പോൾ നടക്കുന്നത്. തരൂരിനെ പ്രവർത്തക സമിതിയിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്താം എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. നാളെ കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനം എടുക്കുക, ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആശ്വാസ്യമല്ല എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തിനെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തരൂരിനെ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനം എന്തായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത്. രാഹുൽ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഒരു വിഭാഗം MP-മാർ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ രാഹുലിന്റെ നിലപാട് എന്തായിരിക്കും? ഈ സ്ഥാനം ഏറ്റെടുക്കുമോ? അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിന്ന് മുന്നിൽ നയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുലിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. ഏതായാലും റായ്പൂരിൽ നാളെയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. ആ സമ്മേളനത്തിൽ ഇത്രയും സുപ്രധാനമായ ചർച്ചകൾ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷ ഐക്യത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ കൂടെ നിർത്തണം, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചർച്ച. കോൺഗ്രസിന് പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നം ഈ നയം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറെ കാലങ്ങളായി ഒരു നയത്തിലേക്ക് കോൺഗ്രസിന് എത്തിപ്പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ കർഷകരെ ഉൾപ്പെടെ കൂടെ നിർത്തിക്കൊണ്ട് അത്തരത്തിൽ എന്തായിരിക്കണം കോൺഗ്രസിന്റെ നയം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പ്ലീനറി സമ്മേളനത്തിൽ തീരുമാനമുണ്ടാകും. നിലവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് 10,000-ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഏതായാലും നാളെ ഈ നിർണായകമായ ചില തീരുമാനങ്ങൾ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ട ഒരുക്കത്തിലാണ് അവരുള്ളത്. കഴിഞ്ഞ ചിന്തൻ ശിബിരത്തിന് ശേഷമാണ് പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുന്നത്. അതിലൂടെ മല്ലികാർജ്ജുൻ ഖാർഗെ ഏതാണ്ട് 20 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ അധ്യക്ഷനായി വന്നു. അതുപോലെ
തന്നെ അതിലുണ്ടായിരുന്ന ഒരു പ്രത്യേക തീരുമാനമായിരുന്നു ഭാരത് ജോഡോ യാത്ര. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടന്നുകൊണ്ടുള്ള ഒരു പദയാത്ര, ഭാരത് ജോഡോ യാത്ര നടത്താനുള്ള ഒരു തീരുമാനം. അത്തരത്തിൽ വിവിധ പദ്ധതികൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കാൻ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏറെ നിർണായകമായിരിക്കും ഈ പ്ലീനറി സമ്മേളനവും. ഗീസ്, കോൺഗ്രസിന്റെ 85ാം പ്ലീനറി സമ്മേളനത്തിന് നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ തുടക്കമാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ പ്ലീനറി സമ്മേളനത്തിൽ ചർച്ചയാകും എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആന്റണി ജിസ്റ്റോറാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.